കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അപ്രായോഗികമെന്ന് LDFും UDFും അസാധ്യമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. യോഗ്യതയുള്ള ഒരു വോട്ടറെയും ഒഴിവാക്കാതെ ബിഹാർ മാതൃകയിലായിരിക്കും പരിഷ്കരണം. വോട്ടർ പട്ടിക പരിഷ്കരണത്തെ BJP സ്വാഗതം ചെയ്തു. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, SIR സംബന്ധിച്ച് ഇന്ന് ആശങ്കകൾ കേട്ട ശേഷം രത്തൻ ഖേൽക്കർ എന്താണ് മറുപടി നൽകിയത്? സുജയ, ഇന്ന് സംസ്ഥാനത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിരുന്നു. അതായത് SIRുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടും അഭിപ്രായവും വ്യക്തമാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഈ യോഗത്തിൽ CPMും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ എതിർപ്പ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ CPM അറിയിച്ചത് ഇത്തരത്തിൽ കുറ്റമറ്റ രീതിയിലേക്ക് ഈ വോട്ടർ പട്ടിക സംവിധാനം കൊണ്ടുവരണമെന്നും ചട്ടപ്രകാരവും നിയമപ്രകാരവും നിലവിലെ രീതിയിൽ SIRുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നും അത് നിയമവിരുദ്ധമാണ് എന്നും അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പഠനം അതിൽ നടത്തേണ്ടതായിട്ടുണ്ട്. തിടുക്കപ്പെട്ട് ഇത് നടപ്പിലാക്കരുതെന്നും അതിന്മേൽ കൃത്യമായിട്ടുള്ള സമയമെടുത്തുകൊണ്ട് കൃത്യമായി എല്ലാവരുടെയും അഭിപ്രായം കേട്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അർഹതപ്പെട്ട ആരെയും ഒഴിവാക്കുന്നൊരു സ്ഥിതി ഉണ്ടാകരുത് എന്ന നിലപാടാണ് അദ്ദേഹം യോഗത്തിൽ വ്യക്തമാക്കിയത്. കോൺഗ്രസും സമാനമായി തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കണമെന്നും തിടുക്കപ്പെട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നതിലെ അസ്വാഭാവികതയുമൊക്കെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഗോപാൽ ശീലാസനലാണ് വിവരങ്ങൾ നൽകിയത്.